السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും പ്രിയപ്പെട്ട ഐനസ് മീഡിയയിലെ ശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, റമളാനുമായി ബന്ധപ്പെട്ട് ഐനസ് മീഡിയ ഒരുക്കുന്ന റമളാൻ പുലിമ എന്ന പ്രോഗ്രാം വളരെ ഉപകാരപ്രദമാണ് എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരുപാട് അറിവുകൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അത് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയെടുക്കാനും സാധിക്കും. അത്തരത്തിലുള്ള ക്ലാസുകളായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കി തരുമാറാവട്ടെ. വിശുദ്ധമായ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ കൂടി വിശുദ്ധമായ റമളാൻ ശരീഫ് സ്വീകരിക്കാൻ വലിയ സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാവരും. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ, ഖൈറാത്തുകൾ വാരിക്കൂട്ടാനുള്ള, അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനുള്ള അവസരമാണ്. നമുക്കറിയാം, ആദ്യത്തെ 10 അത് നമ്മോട് വിട പറഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ആവശ്യമാണ്. അത് ചോദിച്ചു വാങ്ങാനുള്ള സമയമാണ്. അത് നമ്മോട് വിട പറഞ്ഞു. രണ്ടാമത്തെ 10ലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങാനുള്ള സമയമാണ്. അവസാനത്തെ 10 സ്വർഗപ്രവേശനവും നരകമോചനവും അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാനുള്ള സമയമാണ്, അവസരമാണ്. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഒരിക്കലും ഒരുപാട് അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല. അവസരങ്ങൾ നമ്മെ തേടി വരികയില്ല. ഇനി ഇതുപോലത്തെ ഒരു റമളാൻ നമുക്ക് ലഭിക്കുമോ എന്ന് ഒരു ഉറപ്പും പറയാൻ സാധിക്കുകയില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ഇദാ മാത അഹദുക്കും ഫഖദ് ഖാമത് ഖിയാമത്തുഹു. നിങ്ങളിൽപ്പെട്ട ഒരാൾ മരിച്ചാൽ അവന്റെ ഖിയാമത്ത് നാൾ അവസാനിച്ചു, അവന്റെ അവസരം നഷ്ടപ്പെട്ടു എന്ന്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ബുദ്ധിമാനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് തനിക്ക് ലഭിച്ച അവസരത്തെ ഉപയോഗപ്പെടുത്താനാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമുക്ക് കിട്ടിയ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. റമളാനിൻ്റെ ആദ്യം മുതലുള്ളതായ ആ ഒരു ആവേശവും അതുപോലെ തന്നെ താല്പര്യവും ഒട്ടും ചോരാതെ കുറയാതെ റമളാനിൻ്റെ അവസാനം വരെ നമുക്ക് ഉണ്ടാവണം. റമളാനിൻ്റെ അവസാനം വളരെ പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഉമ്മത്തീങ്ങൾക്ക് നൽകപ്പെടുന്ന 5 പ്രത്യേകതകൾ പറയുന്ന കൂട്ടത്തിൽ അവസാനം അവിടുന്ന് പറയുന്നുണ്ട്, فإنه إذا كان آخر ليلة غفر لهم جميعا. അവസാനത്തെ രാവ് സമാഗതമായാൽ അല്ലാഹു തആല എല്ലാവർക്കും പുറത്തു കൊടുക്കും. ആ സമയത്ത് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അഹിയ ലൈലത്തുൽ ഖദ്ർ, അന്ന് ലൈലത്തുൽ ഖദ്റിന്റെ രാവാണോ നബിയേ? നമുക്കറിയാം, ലൈലത്തുൽ ഖദ്ർ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ഒരു രാവാണ്. ആ രാവായതുകൊണ്ടാണ് എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നത് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, ലാ, ഒരിക്കലുമല്ല. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അലം തറ ഇലൽ ഉമ്മാലി യഅമലൂന ഫൈദാ ഫറഊ വഫൂ ഉജൂറഹും. നിങ്ങൾ തൊഴിലാളികളെ കണ്ടിട്ടില്ലേ? ഉടമ തൻ്റെ വീട്ടിലേക്ക് തൊഴിൽ ചെയ്യാൻ വേണ്ടി തൊഴിലാളികളെ ക്ഷണിച്ചു കൊണ്ടുവരും. എന്നിട്ട് അവർ രാവിലെ തന്നെ പണി തുടങ്ങും, ജോലി ആരംഭിക്കും. അങ്ങനെ ജോലി ചെയ്ത് വൈകുന്നേരമാവുമ്പോഴല്ലേ അവർക്ക് പൂർണ്ണമായി ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം കൊടുക്കാറുള്ളത്, കാശ് കൊടുക്കാറുള്ളത്. ഇതുപോലെ റമളാൻ ആദ്യം മുതൽ അവസാനം വരെ ഖൈറാത്തുകൾ, നന്മകൾ ചെയ്ത് സജീവമായി
ഇബാദത്തിൽ മുഴുകിയ ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായി പ്രതിഫലം കൊടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട രാവാണ് അവസാന രാവ് എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ സജീവമായി ഈ വിശുദ്ധമായ മാസത്തിൽ ഉണ്ടാവണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാൻ മാസത്തിൽ പൂർണ്ണമായി ഇനിയുള്ള ഓരോ രാവുകളും കഴിഞ്ഞ രാവുകളേക്കാൾ വളരെ ശ്രേഷ്ഠമാണ്. ആ രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് അവസാനം വരെ സജീവമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ ശരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി